ഇക്കൊല്ലം കൊറിയയിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ ഹിറ്റാണ് ഈ സിനിമ. സോംബി പടമാണ്. നമുക്കറിയാം കൊറിയയിലെ നിരവധി സോംബി സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ ത്രില്ലിംഗ് ആയിട്ടും കോമഡി ആയിട്ടും അങ്ങനെ എല്ലാ വിധത്തിലുള്ള സംഭവങ്ങളും അവർ പരീക്ഷിച്ചും കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ വീണ്ടും ഈ സോംബി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വെച്ചൊരു സിനിമ ഇറക്കുമ്പോൾ അതെങ്ങനെയാണ് ഇത്രയും വലിയ ഹിറ്റാവുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് കണ്ടതാണ് ഈ സിനിമ. പക്ഷേ സിനിമ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു. തുടക്കം ഒരു കോമഡി ട്രാക്കിലൂടെയൊക്കെയാണ് സിനിമ പോകുന്നത്. ഒരു അച്ഛൻ, മകൾ, അദ്ദേഹത്തിൻ്റെ അമ്മ, അങ്ങനെ വളരെ ഒരു മൈക്രോ ഫാമിലി അതിലടക്കുന്ന ചെറിയ സംഭവങ്ങളൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് സോംബിയുടെ പരിപാടി വരുന്നു. അങ്ങനെ ആ മകൾക്ക് സോംബി ബൈറ്റ് കിട്ടുന്നു. അങ്ങനെ ആ മകൾ സോംബി ആവുന്നു. അങ്ങനെയാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു സോംബി സിനിമയിൽ കാണാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളായിരുന്നു. ഒരു ഡ്രാമ കോമഡി മൂഡിൽ ഭയങ്കര ഇമോഷണലിലേക്ക് വളരെ കണക്റ്റ് ആവുന്ന രീതിയിലാണ് സിനിമ പിന്നീട് സഞ്ചരിക്കുന്നത്. ക്ലൈമാക്സൊക്കെ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന വളരെ നല്ലൊരു ഫീൽ ഗുഡ് എൻഡിങ്ങോട് കൂടിയിട്ടാണ് സിനിമ അവസാനിക്കുന്നത് തന്നെ. നിരവധി നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സിനിമ കാണുന്നത്, അതും ഒരു കൊറിയൻ സിനിമ കാണുന്നത്. ടോട്ടലി ഭയങ്കര ഹാപ്പി ആയി പോയി സിനിമ കണ്ടപ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വെറൈറ്റി കൺസെപ്റ്റ്സാണ് ഇപ്പോഴും ഒരു കൊറിയൻ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്.